അല്ല, പാലക്കാട് കൗൺസിലറെ പറ്റി പ്രധാനമന്ത്രി എന്തായാലും അറിയില്ല. എസ് പാലക്കാട് കൗൺസിലർ മുതൽ പശ്ചിമേഷ്യ വരെ പറഞ്ഞു പ്രധാനമന്ത്രി. അപ്പൊ ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും ദീപക് ധർമ്മടം പറഞ്ഞതുപോലെ അതിൽ സൂപ്പർ റിസർച്ച് നടത്തിയ ഒരു വിഷയത്തിൽ ശബരിമല ഒഴിവായി പോവാണ് എസ് കെ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ചർച്ചയിൽ ഈ രണ്ടും, അത് LDF-ഉം UDF-ഉം ക്ഷേത്രക്കൊള്ളക്കാരാണെന്ന നറേറ്റീവ് BJP കൊണ്ടുവരികയായിരുന്നു. നമ്മുടെ ചർച്ചയിൽ വന്നിരുന്നവർ എന്താണ്, ഈ അവിടുന്ന് കട്ട സ്വർണം കൊണ്ട് വിറ്റത് സോണിയാഗാന്ധിയുടെ ഇറ്റലിയിലുള്ള സഹോദരിയുടെ ഏതോ സ്ഥാപനത്തിലാണ് എന്ന് വരെ ചുമ്മാ അടിസ്ഥാനരഹിതമായി പറഞ്ഞ ചർച്ചക്കാരുണ്ട്. പ്രിയങ്കാഗാന്ധിയുടെ ഓഫീസിലേക്ക് അവർ സമരം നടത്തി. പക്ഷെ കുടിമര പ്രതിഷ്ഠയുടെ വന്നതിന് ശേഷം കൃത്യം അപ്പോൾ മുതൽ BJP മിണ്ടുന്നില്ല, ആരും മിണ്ടുന്നില്ല, മോഡി മിണ്ടിട്ട്. മാത്രമല്ല SKN തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി വന്നപ്പോൾ അദ്ദേഹത്തിന് അയ്യപ്പ വിഗ്രഹം നൽകിക്കൊണ്ടാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത് അല്ലേ? SKN കഴിഞ്ഞ ജനുവരിയിൽ പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തിയിരുന്നു. അന്ന് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിന്റെ കാതൽ എന്ന് പറയുന്ന അതിന്റെ പ്രസക്തമായ കാര്യം ഈ ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെയായിരുന്നു. ഈ BJP അധികാരത്തിലെത്തുകയാണെങ്കിൽ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് ഉത്തരവാദികളായവരെ ജയിലിലടയ്ക്കും എന്ന പ്രഖ്യാപനവും അന്ന് നരേന്ദ്രമോദി ഒരു മാസം മുമ്പ് 2 മാസം മുമ്പ് കേരളത്തിലെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നതാണ്. അതുകൊണ്ട് BJP ആ വിഷയം പൂർണ്ണമായി ഉപേക്ഷിച്ചു എന്ന് പറയാൻ കഴിയില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കാളും വലിയൊരു വിഷയം എതിർ പാർട്ടികൾക്ക് ചർച്ച ചെയ്യാനില്ല, ഭരണപക്ഷത്തിനൊഴികെ. അപ്പോൾ അത് തീർച്ചയായിട്ടും BJP ഉൾപ്പെടെ പ്രതിപക്ഷത്ത് നിൽക്കുന്ന കക്ഷികൾക്ക് ഇതിൽ കൂടുതൽ വിഷയമില്ലല്ലോ. അപ്പൊ അവരിത് അവഗണിച്ചതാകണമെന്നില്ല. അല്ല, SKN ഇത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള ഒരു പ്രധാന വിഷയമായിരുന്നു. അത് വീണ്ടും അതിനു മുമ്പ് യുവതീ പ്രവേശനം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വിഷയമായിരുന്നു. അത് 2021 അതായത് 2 വർഷം കഴിഞ്ഞെത്തിയ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് വലിയ വിഷയമായില്ല. അതുകൊണ്ടാണല്ലോ വീണ്ടും ആ ലോക്സഭാ 2 മാസം മുമ്പ് മോഡി പറഞ്ഞത് ഇപ്പൊ എന്താ പറയാത്തത്? ഞാൻ ആ വിഷയം അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ആ വിഷയം അതല്ലേ പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് നടത്തിയ പ്രസംഗത്തിൽ എല്ലാ സ്ഥലത്തും പോയിട്ട് പ്രധാനമന്ത്രി ഇങ്ങനെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള മാത്രമേ. പ്രധാനമന്ത്രി ഇന്ന് പറഞ്ഞത് BJPക്ക് ഒരു അവസരം നൽകൂ, കേരളത്തെ കൂടുതൽ പുരോഗതിയിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന കാര്യമാണ് പ്രധാന. അടുത്ത വ്യാഴാഴ്ച സന്ദർശനമുണ്ട്. ആൾക്കാർ തയ്യാറാകുന്നതിന് മുമ്പ് അവരെ പ്രേരിപ്പിച്ചാൽ മതിയല്ലോ. ഇനി 5 ദിവസം പറയാനില്ലേ? ഞാനിതിൽ BJP പിന്നോട്ട് പോയത് എവിടെ മുതലാണ് എന്നുള്ള ചോദ്യത്തിന് ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത് തന്ത്രി ഈ ചിത്രത്തിലേക്ക് വരുന്നതോട് കൂടി തന്നെയാണ് എന്നുള്ളതാണ്. ആ തന്ത്രിയുടെ അറസ്റ്റ് യോജിക്കുകയാണ് പൂർണ്ണമായിട്ട്. പിക്ചറിൽ നിന്ന് പോയപ്പോഴാണ് യഥാർത്ഥത്തിൽ തന്ത്രി ആദ്യഘട്ടത്തിൽ നമുക്കറിയാവുന്നതുപോലെ തന്നെ BJPക്ക് വീണ്ടും ഒരു സുവർണ അവസരമായിരുന്നു ശബരിമല. ആ നിലയിൽ തന്നെ അതിനെ വ്യാപകമായി ഉപയോഗിക്കുകയും ചെയ്തു. പക്ഷേ തന്ത്രിയുടെ അറസ്റ്റോടുകൂടി, തന്ത്രി ചിത്രത്തിലേക്ക് വരുന്നതോടുകൂടി കളം മാറുകയാണ്. ദേവന്റെ പിതൃസ്ഥാനത്തുള്ള ആൾ ആ സ്വത്ത് തന്നെ, ആ സ്വർണം തന്നെ മോഷ്ടിക്കാൻ കൂട്ടുനിന്നു, അതിനുള്ള എല്ലാ അവസരവും ഉണ്ടാക്കി കൊടുത്തു എന്നതിനെ വീണ്ടും ഒരു പൊളിറ്റിക്കൽ ടൂളായി ഉപയോഗിച്ചാൽ സ്വാഭാവികമായും ഏത് വോട്ട് ലക്ഷ്യമിട്ടാണോ BJP ഇത് മുന്നോട്ട് വെക്കുന്നത് അതിൽ തന്നെ വലിയ വിള്ളൽ ഉണ്ടാക്കുമെന്നതിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ വിശ്വാസികളെ ചതിച്ചത് വിശ്വാസികൾ തന്നെയാണ്, വിശ്വാസികളുടെ പിതൃസ്ഥാനീയനാണ് എന്നുള്ള നെറേറ്റീവ് അതിൽ വരും. അതുകൊണ്ട് തന്നെയാണ് BJP ഇത് ഉന്നയിക്കാത്തത്. പിന്നീട് തന്ത്രിയുടെ അറസ്റ്റിന് പിന്നാലെ ഇവിടെ വലിയ കോലാഹലങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അദ്ദേഹത്തിന് ജാമ്യം കിട്ടുന്ന ആ വേളയിൽ ആദ്യത്തെ പരാമർശം ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ തന്ത്രിയുമായി ബന്ധപ്പെട്ട്. തന്ത്രിക്കെതിരെ തെളിവിന്റെ കണിക പോലും ഇല്ല എന്ന് പറയുമ്പോൾ വീണ്ടും ഇതേ ശക്തികൾ സംഘടിച്ച് തന്ത്രിയെ കുടുക്കിയതാണ്. വീണ്ടും ഈ സ്വർണ്ണക്കൊള്ളയുടെ അതേ നെറേറ്റീവ് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. പക്ഷേ വീണ്ടും ഇത് ഹൈക്കോടതിയിലേക്ക് വരുന്നു, ഡിവിഷൻ ബെഞ്ചിലേക്ക് വരുന്നു, ആ പരാമർശം നീക്കം ചെയ്യുന്നു. അപ്പോൾ ഇതിൽ ഇതുവരെ പിടിക്കപ്പെട്ട ആരുടെയും കരങ്ങൾ ശുദ്ധമല്ല എന്നുള്ളത് ഉറപ്പായതോടുകൂടി തന്നെയാണ് BJP വളരെ കൃത്യമായി തന്നെ ഇതിൽ നിന്നും പിന്നോട്ട് പോയത് എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.